ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെ ആണെങ്കിലും പ്ലംബിങ് കാര്യങ്ങൾ ചെയ്യുന്ന അത്യാവശ്യം വരുന്ന പൈപ്പുകളെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ അളവുകളും മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇത് നമ്മൾ കാണുന്നത് CPVC ആണ്, അതായത് ഹോട്ട് വാട്ടറിന് ഉപയോഗിക്കുന്ന പൈപ്പാണിത്. SDR11 ഈ ഗേജാണ് നമ്മൾ സാധാരണ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അതിനേക്കാൾ കൂടിയത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഗേജ് കൂടി. നോർമൽ ലെവലിൽ നമുക്കിത് മതി. ഇതാണ് അതിൻ്റെ കനം കാര്യങ്ങൾ വരുന്നത്. നമുക്കിതിന് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് തന്നെ ഈ പൈപ്പുകളെല്ലാം കൊടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിട്ടേണോ, അതായത് ചൂടുള്ള റിട്ടേൺ കാര്യങ്ങൾ ഹീറ്ററിൽ നിന്ന് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ PVC ആകുമ്പോൾ ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പൈപ്പ് ആകുമ്പോൾ ഉരുകി പോകില്ല, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത പൈപ്പ് എന്ന് വെച്ചാൽ 1.5 ഇഞ്ച് പൈപ്പാണ്. അതായത് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 2 ഇഞ്ച് പൈപ്പ് 63 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 4 kg പൈപ്പ്, അതായത് നമ്മുടെ ഡ്രൈനേജ്, കുളിക്കുന്ന വെള്ളം, സിങ്കിൻ്റെ വേസ്റ്റ്, അങ്ങനെയുള്ള പൈപ്പുകൾ, വേസ്റ്റ് വെള്ളം കാര്യങ്ങളൊക്കെ പോകുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പാണ് 2 ഇഞ്ച് പൈപ്പ്. 4 kg പൈപ്പാണ് നോർമൽ ലെവലിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ തന്നെ 2 ഇഞ്ച് പൈപ്പ് തന്നെ 6 kg നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ലൈൻ, അതായത് വാട്ടർ ടാങ്കിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് 1.5 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. 1.5 ഇഞ്ച് പൈപ്പ് എന്ന് പറയുന്നത് 50 എന്നാണ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. 50 6 kg പൈപ്പാണ് നോർമൽ ലെവലിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് കോൺക്രീറ്റിൻ്റെ അകത്ത് ഇടാനായിട്ട് ഉപയോഗിക്കുന്ന വാഷ് ബേസിൽ നിന്ന് ട്രാപ്പിലേക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പുറത്ത് നമ്മുടെ വാട്ടർ ലൈനൊക്കെ 2 ഇഞ്ചിൽ നിന്ന്, അതായത് വാട്ടർ ടാങ്കിൽ നിന്ന് 2 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ വാട്ടർ ലൈൻ ഇടാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന കോൺക്രീറ്റിൽ ഇടുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ 1.25 ഇഞ്ച് 40 എന്നാ വ്യത്യാസം കണ്ടോ നിങ്ങളറിയാം. മറ്റേത് നമ്മൾ നേരത്തെ കണ്ട് 6 kg പൈപ്പാണ് വന്നത്. ഇത് 1.25 ഇഞ്ചാണ് വരുന്നത്. നേരത്തെ നമ്മൾ 1.5 ഇഞ്ചാണ് വന്നത്. ഇത് 40 1.25 ഇഞ്ച് പൈപ്പ്. അത് മെയിനായിട്ട് മോട്ടറിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. 1.25 ഇഞ്ച് ഔട്ട് വരുന്ന മോട്ടറുകളുണ്ട്. ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 ഇഞ്ച് പൈപ്പുകളുണ്ട്. 1/2 ഇഞ്ച് പൈപ്പുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്നത് വയറിങ്ങിന് വേണ്ടി, സെക്ഷന് വേണ്ടിയിട്ട്, അതായത് മോട്ടറിൽ നമ്മൾ അതായത് ഓട്ടോമാറ്റിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് കയറ്റിയിടാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 1 ഇഞ്ച് പൈപ്പ്, അതായത് 32 എന്ന് പറയുന്നത് പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മോട്ടറിൽ നിന്നുള്ള ഔട്ട് നമ്മൾ 1.25 ഇഞ്ച് പറഞ്ഞു. അതുപോലെ തന്നെ 1 ഇഞ്ച് തന്നെ ചിലപ്പോൾ ഔട്ട് വരുന്നുണ്ട്, മോട്ടറിൻ്റെ ഔട്ട് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് പൈപ്പ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നമ്മൾ 2 ഇഞ്ചിൽ നിന്നും വാട്ടർ ലൈൻ 2 ഇഞ്ചിൽ നിന്നും 1.5 ഇഞ്ച്, പിന്നെ വരുന്ന 1 ഇഞ്ച് 1/4 ഇഞ്ച്, അങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വരുന്ന അടുത്ത സെക്ഷനാണ് നമ്മുടെ മെയിൻ ഡ്രൈനേജ് സെപ്റ്റിക് ടാങ്കിൻ്റെ ഉപയോഗിക്കുന്ന പൈപ്പാണ് 4, അതായത് 110 4 kg പൈപ്പാണ് ഉപയോഗിക്കുന്നത്. 110 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 4 ഇഞ്ച് പൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ മെയിനായിട്ട് സെപ്റ്റിക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന പൈപ്പ്. അതിൻ്റെ ഗേജാണ് ഈ കൊടുത്തിരിക്കുന്നത്. 4 kg പൈപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പുകളെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇത് 2 ഇഞ്ച് പൈപ്പ്, 1.25 ഇഞ്ച് പൈപ്പ്, 1 ഇഞ്ച് പൈപ്പ്. ഇതിൻ്റെ വട്ടം കാര്യങ്ങൾ, അതായത് എന്തോരം അതിൻ്റെ വട്ടം ഉണ്ടാകുന്നത്, അതായത് അതിൻ്റെ എന്തോരം വ്യാസം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ വ്യക്തമായിട്ട് കഴിയും. ഓരോ പൈപ്പിൻ്റെ വ്യക്തമായിട്ട് കാണാം. 4 ഇഞ്ച് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, 4 ഇഞ്ച്, 2 ഇഞ്ച്, 1 ഇഞ്ച്, 1/4 ഇഞ്ച്, 1/2 ഇഞ്ച്. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പുകൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വേണ്ട വീട്ടിലേക്ക് വേണ്ട പൈപ്പുകൾ ഏതൊക്കെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, കാണുന്ന എല്ലാവരും തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, ലൈക്കും കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight.